അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജിന്നിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ പ്രതിഫലവും അവരുടെ ശിക്ഷകളും. ദിക്റിൽ ജിന്നി വസവാബിഹിം വഇഖാബിഹിം. അല്ലാഹു തആലയുടെ വചനം: അല്ലയോ ജിന്നു കുലമേ, മനുഷ്യ കുലമേ, നിങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നില്ലേ? നിങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാർ. എന്നിട്ട് നിങ്ങളിലേക്ക് ആയത്തുകൾ അല്ലെങ്കിൽ വചനങ്ങൾ ഓതി തന്നില്ലേ? അല്ലെങ്കിൽ പറഞ്ഞു തന്നില്ലേ? നിങ്ങൾക്ക് താക്കീത് തന്നില്ലേ ഞാനുമായി കണ്ടുമുട്ടുന്ന ഈ ദിവസത്തെ പറ്റി? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്കെതിരിൽ തന്നെ സാക്ഷി പറയുന്നു. അതായത് ഇതൊക്കെ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. അപ്പോൾ നമ്മളോട് തന്നെ എതിരായി സാക്ഷി പറയേണ്ട ഒരവസ്ഥ. നമ്മൾ അല്ലാഹു കാക്കട്ടെ, ആമീൻ. ഞങ്ങൾ ആ ലോകത്ത്, അതായത് ദുനിയാവിലെ ജീവിതത്തിൽ ആയിരുന്നു, അത് ഞങ്ങളെ ചതിച്ചു കളഞ്ഞു അല്ലെങ്കിൽ വഞ്ചിച്ചു കളഞ്ഞു. അങ്ങനെ അവർക്കെതിരിൽ തന്നെ സാക്ഷി പറയുകയും അവർക്കെതിരിൽ സാക്ഷി പറയും, കാരണം അവർ അവിശ്വാസികളാകുന്നു. 6-ാമത്തെ സൂറത്ത് 130-ാമത്തെ ആയത്ത്. മുജാഹിദ് ഇതിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ ആയത്തിൻ്റെ അർത്ഥ വിവക്ഷ എന്നതുകൊണ്ട് പറയുന്നത്, അവർ ഒരു ബന്ധം കണ്ടുപിടിച്ചു അവനും ജിന്നും തമ്മിൽ ഉള്ളത്. അത് ജിന്ന് നമ്മുടെ എന്തെങ്കിലും ആണെന്നോ, അല്ലെങ്കിൽ ദൈവമാണെന്നോ, അല്ലെങ്കിൽ കുഞ്ഞ് ദൈവമാണെന്നോ, കുട്ടി ദൈവമാണെന്നോ, അതല്ലെങ്കിൽ നമ്മുടെ കാർന്നവരാണോ, പൂപ്പാടേയും വല്യാപ്പാടേയും അല്ലെങ്കിൽ വാപ്പാടേയൊക്കെ മരിച്ചു അവരെയൊക്കെ ശബ്ദത്തിൽ വന്ന്, പൂപ്പാടേയും വാപ്പാടേയൊക്കെ അല്ലെങ്കിൽ മരിച്ചു അവരെയൊക്കെ ശബ്ദത്തിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നല്ലേ വിശ്വസിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് രൂപത്തിൽ വന്നാൽ പാടാണ്. അപ്പോൾ നമ്മൾ അവരെ പറ്റി പലതും ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ അവർക്ക് ശരിക്കും അറിയാം അവർ ചെയ്യുന്നത് എന്താണെന്ന്. അതായത് അവർ നമ്മളെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. അവരുടെ കണക്കുകൾ മുമ്പോട്ട് കൊണ്ടുവരപ്പെടും, അല്ലെങ്കിൽ അവർക്കെതിരെ കണക്കുകൾ നോക്കുന്നതായിരിക്കും. 37-ാമത്തെ സൂറത്ത് 158-ാമത്തെ ആയത്ത്. ഖുറൈശികളിലെ അക്രമകാരികളായ ആളുകൾ പറഞ്ഞു, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാകുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അടുത്ത വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന, ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ ഉമ്മമാർ എന്ന് പറയുന്നത് ജിന്നുകളിലെ സ്ത്രീകളാകുന്നു. ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ആദ്യത്തെ ഭാഗം തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മക്കളാണ്, പെൺമക്കളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സാക്ഷികളായിരുന്നു. അന്തും ഷാഹിദൂൻ, ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ അവിടെ സാക്ഷിയായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ചൂടായിട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഭയങ്കര ദേഷ്യത്തോടു കൂടി. ഖുർആനിൽ പല സ്ഥലങ്ങളിലും പെൺമക്കൾ ഉണ്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് അവരെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന രംഗം ഒക്കെ എനിക്കറിയാം. പക്ഷേ ഇത് പറയുന്നത് അതിഭയങ്കരമായ കാര്യമാണ്. നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്ന് രക്ഷിക്കട്ടെ. അതായത് ജിന്ന് സ്ത്രീകളിൽ അള്ളാഹുവിനുണ്ടായ പെൺമക്കളാണ് മലക്കുകൾ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അത് കേട്ടപ്പോൾ അള്ളാഹു പറഞ്ഞു, പക്ഷേ ജിന്നിന് കാര്യം കൃത്യമായിട്ടറിയാം. കാരണം തീർച്ചയായും അവർക്ക് അവൻ്റെ മുമ്പിൽ, അതായത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാവേണ്ടതുണ്ട് കണക്കുകളുമായിട്ട്. അതായത് ഖിയാമത്ത് നാളിൽ അവർക്ക് ഹിസാബുണ്ട്, മനുഷ്യർക്ക് ഉള്ളതുപോലെ. അവരെ കൂട്ടമായിട്ട് മുമ്പോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. 36-ാമത്തെ സൂറത്ത് 75-ാമത്തെ ആയത്ത്. അതായത് യാസീൻ നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. لقوله يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم آياتي. الآية بخسا نقصا. وقال مجاهد وجعلوا بينه وبين الجنة نسبا. قال كفار قريش الملائكة بنات الله وأمهاتهم بنات سروات الجن. قال الله ولقد علمت الجنة إنهم لمحضرون. الصافات 158. سيحضرون للحساب جند محضرون. യാസീൻ 75. ഹിന്ദൽ ഹിസാബ്. ഇതിലൊരു കാര്യം കൂടെ ഇച്ചിരി കൂടെ മോശമാണ്. മിസ്ട്രസ് എന്നുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉമ്മഹാത്തും ബനാത്തു സറവാത്തിൽ ജിന്ന്. അതായത് സാധാ ജിന്ന് സ്ത്രീ അല്ല. എനിക്ക് തോന്നുന്ന വേശ്യകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയിലുള്ള ജിന്ന് സ്ത്രീകളെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അബ്ദുറഹ്മാൻ ബിൻ അബി സഅസ അൽ അൻസാരി വിശദീകരിക്കുന്നു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറഞ്ഞതായിട്ട്, ഞാൻ കാണുന്നു നിനക്ക് ആടിനോട്
ഭയങ്കര ഇഷ്ടമാണെന്ന് മരുഭൂമിയോടും. അതായത് ആടുകളെ മരുഭൂമി കൊണ്ടുപോവുക, തീറ്റിക്കുക, ആടുകളെ വളർത്തുക എന്നുള്ളത് നിനക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് നീ ബാങ്ക് എപ്പോൾ വിളിച്ചാലും നിന്റെ ശബ്ദം ഉയർത്തുക. അത് ആരൊക്കെ ആ ബാങ്ക് കേൾക്കുന്നുവോ, മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, അവ എല്ലാം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, അതായത് ഖിയാമത്ത് നാളിൽ സാക്ഷിയായി വരും. അബൂ സഈദ് കൂട്ടിച്ചേർക്കുന്നു, ഞാൻ ഈ ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്നാമത്തെ വാല്യത്തിൽ 609 അതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അബി സ്വഅഫ്സഅത്ത് അൽ-അൻസാരി അൻ അബീഹി അന്നഹു അഖ്ബറഹു അന്ന അബാ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല ലഹു ഇന്നി അറാക തുഹിബ്ബുൽ ഗനമ വൽ ബാദിയത ഫഇദാ കുൻത ഫീ ഗനമിക ഔ ബാദിയതിക ഫഅദ്ദൻത ബിസ്സലാത്തി ഫർഫ സ്വൗതക ബിന്നിദാഇ ഫഇന്നഹു ലാ യസ്മഉ മദാ സ്വൗത്തിൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസുൻ വലാ ഷൈഉൻ ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ. ഖാല അബൂ സഈദിൻ സമഅതുഹു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൃഷ്ടിയുടെ ആരംഭം എന്നുള്ള കിതാബാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജിന്ന് എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതിലൂടെ. അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഹദീസുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ജീവികൾ എന്നും പറയുന്നുണ്ട്. അപ്പം ജിന്നുണ്ട്, മലക്കുണ്ട് എന്ന് നമുക്കറിയാം ഈ ഭൂമിയിലും ആകാശലോകത്തിലൊക്കെ നമ്മളോടൊപ്പവും ഒക്കെ ആയിട്ട്. അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ജീവികളുണ്ടോ, അതിനി പക്ഷികളെയും മൃഗങ്ങളെയും ഉറുമ്പ് പാറ്റ അങ്ങനെയുള്ള നമ്മൾ കാണുന്നവയാണ് ഉദ്ദേശിക്കുന്നത്, അതിനെ കാണാത്തവയാണ് ഉദ്ദേശിക്കുന്നത്, ഇത് നമുക്കറിയില്ല. പക്ഷേ എന്തൊക്കെയോ സൃഷ്ടികൾ ഇതുകൂടാതെയും ഉണ്ട്. അള്ളാഹു ജല്ല ജലാലിൻ്റെ വചനം അങ്ങനെ ഓർക്കുക, നിന്നിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നാം ഒരു കൂട്ടത്തെ അയച്ചു. അത് 3 മുതൽ 10 പേരായിരുന്നു, ജിന്നുകൾ ആയിരുന്നു. ഈ ആയത്ത് തുടർന്നു, അവർ തീർച്ചയായും വ്യക്തമായ വഴികേടിലാകുന്നു. 46-ാമത്തെ സൂറത്ത് 29 മുതൽ 32 വരെയുള്ള ആയത്തുകൾ. ഇതിൽ പറയുന്നത് റസൂലിൻ്റെ അടുത്തേക്ക് ജിന്നുകൾ വന്നിട്ടുണ്ട്. അത് 3 മുതൽ 10 വരെയുള്ള ആളുകളാണ് എന്ന് ഈ ഒരു പ്രത്യേക സംഭവത്തിൽ പറയുന്നു. അപ്പോൾ പല പ്രാവശ്യം ജിന്നുകൾ വന്നിട്ടുണ്ടാവും, പല പ്രാവശ്യം അവർ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഇതിലൊരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നത് എന്ന് പറഞ്ഞാൽ, റസൂൽ എന്ന് പറയുന്നത് റഹ്മത്തുൽ ആലമീനാണ്, സർവ്വ ലോകങ്ങൾക്കും അനുഗ്രഹമായിട്ട് വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ജിന്നുകൾക്കും അനുഗ്രഹമായിരിക്കണം, മലക്കുകൾക്കും അനുഗ്രഹമായിരിക്കണം, അതുപോലെയുള്ള സകല ജീവജാലങ്ങൾക്കും, പിന്നെ ഇതുപോലെ വേറെ ഏതെങ്കിലും ലോകങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും, പിന്നെ നമുക്കറിയാം 7 ആകാശവും 7 ഭൂമിയും ഉണ്ടെന്ന്, അവിടെയുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ. അവസാന പ്രവാചകൻ എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രമല്ല, ഈ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ മാത്രമല്ല, ബാക്കി പല ലോകങ്ങളിലേക്കും ഒക്കെ കൂടിയാണ് റസൂൽ അവസാന പ്രവാചകനായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ജിന്നുകൾക്ക് റസൂലിൻ്റെ അടുത്ത് വന്ന് പഠിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവർക്ക് പറയായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നബിമാരുണ്ട്, മനുഷ്യൻ്റെ നബിയിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറയാമായിരുന്നു. അവരുടെ നബിമാർ വരൽ നിന്നു. എനിക്ക് തോന്നുന്നത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ കാലം തൊട്ട് പിന്നെ ജിന്നുകൾക്ക് നബിമാരില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവർ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മനുഷ്യരെങ്ങനെയൊക്കെയാണോ ജീവിച്ചത് അതുപോലെയൊക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. യഹൂദി ജിന്നുകളുണ്ട്, ക്രിസ്ത്യാനി ജിന്നുകളുണ്ട്, മുസ്ലിം ജിന്നുകളുണ്ട്, ബഹുദൈവാരാധകരായ ശിർക്ക് ചെയ്യുന്ന ജിന്നുകളുണ്ട്. അതുപോലെ തന്നെ സ്വയം ദൈവമായി അവരോധിച്ച് ഇപ്പം നമ്മൾ ഈ കാണുന്ന ചാത്തൻ അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ സ്വയം ദൈവമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന മനുഷ്യരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന്, ചിലപ്പോൾ ജിന്നുകളിൽ നിന്നൊക്കെ ആരാധനകൾ സ്വീകരിക്കുന്ന ജിന്നുകളും ഉണ്ട്. ഖൗലിഹി അസ്സ വജല്ല വഇദ് സ്വറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്ന ഇലാ ഖൗലിഹി ഉലൈക ഫീ ദലാലിൻ മുബീൻ. അൽ-അഹ്ഖാഫ് 29 മുതൽ 32 വരെയുള്ള ആയത്തുകൾ. അള്ളാഹു തആലയുടെ വചനം അങ്ങനെ അവൻ അള്ളാഹു സൃഷ്ടിച്ച ജീവനുള്ള എല്ലാ തരത്തിലും ഉള്ള ജീവികൾ അവയെ വിതറിയിരിക്കുന്നു അല്ലെങ്കിൽ വിന്യസിച്ചിരിക്കുന്നു. അങ്ങനെ ആയത്ത് തുടരുകയാണ്. 2-ാമത്തെ സൂറത്ത് 164-ാമത്തെ ആയത്ത്. ഖൗലില്ലാഹി തആല വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. അൽ-ബഖറ
164. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടു. അത് ഒരു ഖുതുബ ആയിരുന്നു, അതായത് മതപ്രസംഗം. മിമ്പറിൽ കയറി നിന്ന് അദ്ദേഹം പറഞ്ഞു, പാമ്പുകളെ കൊല്ലുക. ദാത്ത് തുഫിയാത്തൈൻ എന്ന് പറയുന്ന പാമ്പിനെയും കൊല്ലുക. അത് ഒരു പ്രത്യേകതരം പാമ്പാണ്. അതിൻ്റെ പുറത്ത് 2 വെള്ള വരകൾ ഉണ്ടായിരിക്കും. നീളത്തിലാണോ വട്ടത്തിലാണോ എന്നറിയില്ല, അല്ലാഹു ആലം. പിന്നെ അൽ അബ്താർ എന്നതിനെയും കൊല്ലുക. അത് ചെറുതോ അല്ലെങ്കിൽ മുറിഞ്ഞു പോയതുപോലെയുള്ളതോ ആയ ഒരു തരം വാലുള്ള പാമ്പാകുന്നു. സാധാരണ പാമ്പുകളുടെ വാലെന്ന് പറഞ്ഞാൽ കൂർത്തിങ്ങനെ വരുമല്ലോ ചെറുതായിട്ട്. അപ്പോൾ ഇതങ്ങനെയല്ല, വെട്ടിമുറിച്ച് കളഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ചെറുതായതോ ആയ വാലുള്ള പാമ്പുകളെ കൊല്ലുക. ദാത്ത് തുഫിയാത്തൈനെ കൊല്ലുക, അല്ല അബ്താറിനെ കൊല്ലുക. ഇതൊക്കെ ഓരോതരം പാമ്പുകളാണ്. അവിടെ മക്കയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മദീനയിൽ ഉണ്ടായിരുന്ന പാമ്പുകൾ. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ചേര, അതുപോലെ മൂർഖൻ, അണലി, അങ്ങനെയൊക്കെ ഉണ്ട്. അവിടുത്തെ ഏതോ 2 പാമ്പുകൾ. കാരണം അവ കാഴ്ചശക്തി കുറയ്ക്കുന്നു. അത് ആരുമായിട്ടാണോ ഇടപെടുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ആളുടെ കാഴ്ചശക്തി കുറയ്ക്കുന്നു. ഗർഭഛിദ്രം ഉണ്ടാക്കുന്നു, അതായത് കുട്ടികൾ ഉണ്ടെങ്കിൽ ഗർഭം അലസിപ്പോവും. ഈ 2 കാര്യങ്ങൾ ഇവയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിന്നുകൾ പലപ്പോഴും മനുഷ്യനായിട്ട് ഇടപെടുമ്പോൾ പാമ്പ് രൂപത്തിലേക്കാണ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പിനെ കൊല്ലുന്നതിന് മുമ്പ് 3 പ്രാവശ്യം പുറത്തേക്ക് പോകാൻ പറയണം എന്നൊക്കെ റസൂൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പോയാൽ അത് ജിന്നാണ്, പോയില്ലെങ്കിൽ അത് സാധാ പാമ്പാണ്. അതുമാത്രമല്ല, അപ്പോൾ ഈ പറയുന്നത് 2ഉം മിക്കവാറും ഈ രൂപത്തിൽ വരുന്ന പാമ്പുകൾ എന്ന് പറയുന്നത് ജിന്നുകളാവാനാണ് സാധ്യത. കാരണം മനുഷ്യൻ്റെ കാഴ്ചശക്തി കുറയ്ക്കാൻ പാമ്പുകൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ. അതുപോലെ ഗർഭഛിദ്രം നടത്താനും ഈ പാമ്പുകൾക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് 2ഉം ജിന്നുകളാണ്. നമ്മൾ പഠിക്കുന്നത് സൃഷ്ടിയെ പറ്റിയിട്ടാണ്, കൂടുതലും ജിന്നുകളെ പറ്റിയിട്ടുള്ള ഹദീസുകളാണ് നമ്മൾ കാണുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു അലൽ മിൻബരി യഖൂലു ഉഖ്തുൽ ഹയ്യാതി വഖ്തുലു തുഫിയതൈൻ വൽ അബ്തറ ഫഇന്നഹുമാ യത്മിസാനിൽ ബസറ വ യസ്തസ്ഖിസാനിൽ ജബൽ. ഇവിടെ ആ പാമ്പിൻ്റെ പേര് അൽ അബ്തർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബത്തറ എന്ന് പറഞ്ഞാൽ വാല് മുറിഞ്ഞത് എന്നാണ് അർത്ഥം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ കൂട്ടിച്ചേർക്കുന്നു, ഒരിക്കൽ അദ്ദേഹം ഒരു പാമ്പിനെ കൊല്ലാൻ വേണ്ടി ഓടിക്കുകയായിരുന്നു. അബൂ ലുഹാബ എന്നോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതിനെ കൊല്ലരുത്. അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഈ പാമ്പുകളെ കൊല്ലണം എന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ പിന്നീട് അദ്ദേഹം വീടുകളിൽ താമസിക്കുന്ന പാമ്പുകളെ കൊല്ലുന്നത് നിരോധിച്ചിരുന്നു. അസ്സുഹരി പറയുന്നു, ആ പാമ്പുകളെ അൽ അവാമീർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാമ്പുകളെ കൊല്ലാൻ പാടില്ല എന്ന് പിന്നീട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല പ്രാവശ്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പല പ്രാവശ്യം പറഞ്ഞു പാമ്പിനെ കണ്ടാൽ കൊല്ലണം, പിന്നെ പാമ്പിനെ കണ്ടാൽ പുറത്തേക്ക് പോകാൻ പറയണം. അപ്പോൾ ജിന്നാണീ പൊക്കോട്ടെ, പിന്നെ ഇന്ന പാമ്പുകളെ കൊല്ലണം, ഇന്ന കൊല്ലരുത്. അങ്ങനെ പലപ്പോഴായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിച്ചത്. ഖാല അബ്ദുള്ള ഫബിയന അന ഉതാരിദു ഹയ്യതൻ ലാഖ്തുലഹ فناداني أبو لبابة لا تقتلها فقلت إن رسول الله صلى الله عليه وسلم قد أمر بقتل الحيات فقال إنه نهى بعد ذلك عن ذوات البيوت وحي العوامر. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, പല കാര്യങ്ങൾക്കും അത് നേരെ എതിരായ കാര്യങ്ങൾക്കും ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തേക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദം എന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യനാണ് എന്നുണ്ട്, ആദം എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നുണ്ട്, ആദം എന്ന് പറഞ്ഞാൽ കറുത്തതും എന്നുണ്ട്. ആദം അലൈഹി ഇസ്ലാം കറുത്തതായിരുന്നു, അതുകൊണ്ട് ആദം അലൈഹി ഇസ്ലാമിനെ പറ്റി, നിറത്തിനെ പറ്റി പറയുമ്പോൾ ആദം എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമുക്കറിയാം ഹറം അല്ലെങ്കിൽ ഹറാം എന്ന് പറഞ്ഞാൽ നിരോധിച്ചിട്ടുള്ളത്, ഹറാമായത്, നിഷിദ്ധമായത്. അതേ വാക്ക് തന്നെയാണ് മക്കയ്ക്കും മദീനയ്ക്കും ബൈത്തുൽ മുഖദ്ദിസിന് ഉപയോഗിച്ചിരിക്കുന്നത്, ഹറം, പരിശുദ്ധമായത്. അതുപോലെ ഇവിടെ പറയുന്നത് ഹയ്യ് അല്ലെങ്കിൽ ഹയാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ജീവൻ എന്നാണ്. കടിച്ചാൽ ചത്തുപോകുന്ന പാമ്പിൻ്റെ പേര് ഹയ, ജീവനുള്ളത് എന്നൊക്കെയുള്ള രീതിയിലാണ് പാമ്പിന് പേരിട്ടിരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അബൂ ലുബാബയും സെയ്ദ് ഇബ്നു ഖത്താബും എന്നെ കണ്ടു. ഇബ്നു ഉമർ ഫറാനി അബൂ ലുബാബത്തൻ വ സെയ്ദ് ഇബ്നുൽ ഖത്താബ്. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല സ്വത്ത് എന്ന് പറയുന്നത് അവൻ മലമുകളിൽ തിന്നാൻ കൊണ്ടുപോകുന്ന ആടുകൾ ആയിരിക്കും. ഖൈറു മാലിൽ മുസ്ലിമി ഗനമുൻ യബ്തഉ ബിഹാ ശഫാൽ ജിബാൽ. അബൂ സഈദ് അൽ ഖുദ്രി
ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു സമയം വരാനുണ്ട്, അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്നത് അവൻ്റെ ആടുകളായിരിക്കും. അവയെ അവൻ മലമുകളിലൂടെ ആയിരിക്കും പുല്ല് തിന്നാൻ കൊണ്ടുപോകുന്നത്. പിന്നെ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൂടെയും, അതായത് മേച്ചിൽപ്പുറങ്ങളിലൂടെയും. അവനങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അൽ ഫിത്തൻ എന്ന് പറയുന്ന അതിഭയങ്കരമായ ലോകാവസാന സമയത്ത് വരുന്ന വളരെ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും അവൻ്റെ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അതായത് മുസ്ലിമിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ ദജ്ജാൽ എന്ന് പറയുന്ന വലിയ ഫിത്തനയാണ്. പിന്നെ ലോകാവസാനത്തേക്ക് അടുക്കും തോറും മതം എന്ന് പറയുന്നത് കയ്യിൽ വയ്ക്കുന്ന ഒരു തീക്കനലാണ് എന്ന് പറയുന്നത്. നമ്മൾ അത്രയും പെട്ടെന്ന് താഴിടും കൈ പൊള്ളിയിട്ട്. അപ്പോൾ അതുപോലെ അത്ര ബുദ്ധിമുട്ടായിരിക്കും മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത്. അതൊക്കെയാണ് ഈ ഫിത്തൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വലിയ വലിയ പരീക്ഷണങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആടുകളൊക്കെ ആയിട്ട് കണ്ട മലയുടെ മുകളിലൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കും. അവിടെ നിന്ന് തന്നെ പാല് കറന്ന് കുടിക്കുക. അപ്പോൾ അതിനുള്ള തിന്നാനുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്കൂടെ മാത്രം നടക്കുക, ആളുകളുമായിട്ട് ഇടപെടാതെ വെറുതെ മൃഗങ്ങളുമായി ഇടപെട്ട് നടക്കുന്നു. നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഷികു അൻ യകൂന ഖൈറ മാലിർ റജുലി ഗനമുൻ യത്ബഉ ബിഹാ ശഫാൽ ജിബാലി വമവാഖിയൽ ഖത്രി യഫിറു ബിദീനിഹി മിനൽ ഫിത്തൻ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.